തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. പറഞ്ഞതുപോലെ തന്നെ NDA ക്യാമ്പിനെ അത് വലിയ ആവേശം തന്നെ ഉണ്ടാക്കുന്നു. ഇന്ന് ഉച്ചയോടെ ഏകദേശം 2 മണിയോട് കൂടി പാലക്കാടാണ് ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടി. മേഴ്സി കോളേജിൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം നേരെ കോട്ട മൈതാനത്തേക്കാണ് എത്തുന്നത്. അവിടെയാണ് പൊതുസമ്മേളനം വെച്ചിരിക്കുന്നത്. കോട്ട മൈതാനത്തെ പൊതുസമ്മേളനത്തിൽ 12 നിയോജക മണ്ഡലങ്ങളിലെ NDAയുടെ സ്ഥാനാർത്ഥികൾ അവിടെ എത്തുകയും പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. ഒപ്പം തന്നെ വേദി പങ്കിടും. NDAയുടെയും ഒപ്പം തന്നെ BJPയുടെയും ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ സജീവമായി തന്നെ നിൽക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, ഒപ്പം തന്നെ ഈ ഡീൽ വിവാദം, ഇതിലൊക്കെ തന്നെ പ്രധാനമന്ത്രി എന്തായിരിക്കും പറയുന്നത്, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ, NDA മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 4 മണിയോട് കൂടിയാണ് അദ്ദേഹം പിന്നീട് തൃശ്ശൂരിലേക്ക് വരുന്നത്. തൃശ്ശൂരിലാണ് വൻ റോഡ് ഷോ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടനെല്ലൂരിൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം ജനറൽ ആശുപത്രിയുടെ അവിടെ നിന്നും ഏകദേശം ഒരു 400 മീറ്ററോളം വരുന്ന ഒരു സ്ഥലത്ത്, അതായത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സ്വരാജ് റൗണ്ടിനോട് ചേർന്നിട്ടുള്ള ഒരു 400 മീറ്റർ സ്ഥലത്താണ് റോഡ് ഷോ നടത്തുന്നത്. 50,000-ഓളം ആളുകൾ പങ്കെടുക്കും എന്നുള്ളത് BJP ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നു. ഒരു പുലികളിയും മാർഗംകളിയും ഒക്കെയായി ഒരു കളർഫുൾ പരിപാടിയാക്കാൻ തന്നെയാണ് BJP അത് ലക്ഷ്യമിടുന്നത്. അവിടെ പ്രധാനമന്ത്രി അവിടെ സംസാരിക്കില്ല, ഈ റോഡ് ഷോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ആ ഒരു പ്രദേശത്താകെ ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ ഇന്ന് 11 മണി മുതൽ വൈകിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നവരെ 1 മണിക്കൂറോളം റോഡ് ഷോ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അങ്ങനെ 1 മണിക്കൂറാണെങ്കിൽ ഒരു 6:30 വരെ വൻ ഗതാഗതത്തിനൊക്കെ തന്നെ നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ വലയത്തിലാണ് ഇന്നിപ്പോൾ പാലക്കാട് കോട്ട മൈതാനവും ഒപ്പം തന്നെ തൃശ്ശൂരുമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അത് NDA ക്യാമ്പിനെ പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ആവേശമാണ്. കാരണം എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. പറഞ്ഞതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂര്, വട്ടിയൂർക്കാവ്, നേമം ഉൾപ്പെടെയുള്ളവ, അവിടെയൊക്കെ കുറച്ചുകൂടി ആവേശമാകും എന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. അത് 4-ാം തീയതിയാണ്. അത് കോട്ടയത്തേക്കാണ്. ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി BJP ലക്ഷ്യമിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി കോട്ടയം ലക്ഷ്യമാക്കി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വരുന്നു. അപ്പോൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് പരമാവധി കേരളത്തിലേക്ക് വരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് 3 മുന്നണികളും ഒരുപോലെ ലക്ഷ്യമിടുന്നത്. അതിന്റെ ആദ്യപടിയായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് ഇന്ന്.